പ്രസ് മീറ്റിലേക്ക് സ്വാഗതം. എറണാകുളം പ്രസ് ക്ലബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ. എറണാകുളം ശിവക്ഷേത്രത്തിലെ തിരുവുത്സവം ജനുവരി 23 മുതൽ 30 വരെ ആഘോഷപൂർവ്വം കൊണ്ടാടും. തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട് കൊടികയറ്റുന്നതോടെ ഉത്സവത്തിന് തിരിതെളിയും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഉത്സവാഘോഷങ്ങൾ. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള എറണാകുളത്തപ്പന്റെ ഉത്സവമായതുകൊണ്ട് തന്നെ പതിവ് പോലെ മേളങ്ങൾ, കലാപരിപാടികൾ, ആചാരചടങ്ങുകൾ എന്നിവയോടെ എറണാകുളം നഗരം മുഴുവൻ ഉത്സവലഹരിയിലാകും. ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും ചേർന്നാണ് ഇത്തവണ ഉത്സവം ആഘോഷിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2-3 വർഷമായിട്ട് സമിതി ഇല്ലായിരുന്നു. ദേവസ്വം ബോർഡ് നേരിട്ടാണ് നടത്തിയിരുന്നത്. 3 വർഷത്തിന് ശേഷമാണ് ഒരു സമിതി സ്ഥാപിതമാവുകയും അതിന്റെ പ്രസിഡന്റായി എസ് അശോക് കുമാർ എന്ന ഞാനും, സെക്രട്ടറിയായി രാമകൃഷ്ണൻ സർ അവറുകളും, ജോയിന്റ് സെക്രട്ടറിയായി ഉഷ പ്രവീൺ മാമിന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബഹുമാന്യനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി നായനാരുടെ മകളാണ് അദ്ദേഹം. മാമാണ് ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ളത്. വൈസ് പ്രസിഡന്റായിട്ട് സംഘടനാ പരിചയമുള്ള പനവേലിയാണ്, രഘുനാഥ് പനവേലിയാണ്. പിന്നെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായി എല്ലാവർക്കും പരിചിതനായ റനീഷ്, കഴിഞ്ഞ തവണ കൗൺസിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അഖിൽ ദാമോദറാണ് ദേവസ്വം ഓഫീസർ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സജീവ് കുമാർ കമ്മിറ്റി മെമ്പറാണ്. ഈ വർഷം ഉത്സവം കൊടിയേറുന്നത് ജനുവരി 23-നാണ്. അതായത് 23-ന് കൊടിയേറി 30-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ് ഉത്സവത്തിന്റെ ഈ വർഷത്തെ പരിപാടികൾ. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ മേളവിദ്വാൻമാർ നമ്മുടെ ഉത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സതീശന്മാര് അടക്കമുള്ളവർ. അതായത് ഏകദേശം 150 കലാപരിപാടികളാണ് ഈ 10 ദിവസമായി 5 സ്റ്റേജിലായി അരങ്ങേറുന്നത്. ഏകദേശം 1000-ഓളം കലാകാരന്മാരുടെ വ്യത്യസ്ത കലാരൂപങ്ങളാണ് ഈ 10 ദിവസം ഉത്സവ വേദിയിൽ അരങ്ങേറുന്നത്. ഇതിൽ തന്നെ മലയാളത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന KS ചിത്രയുടെ ഭക്തിഗാനമേള, ഇന്ന് വീട്ടമ്മമാരുടെയും മറ്റുള്ളവരുടെയും ഏറ്റവും വലിയൊരു ഹരമായി മാറിയിരിക്കുന്ന നന്ദഗോവിന്ദം ഭജൻസ്, ബിജു നാരായണന്റെ ഗാനമേള, ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേള, അതുപോലെ തന്നെ യുവാക്കളുടെ ഏറ്റവും വലിയ ഹരമായ മസാല കോഫി ട്രൂപ്പിന്റെ പരിപാടികൾ. ഇങ്ങനെ ഏറ്റവും മികച്ച കലാപരിപാടികളാണ് ഇത്തവണ ഉത്സവത്തിന് നടത്തുന്നത്. അതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂരുള്ളതുപോലുള്ള തൃശ്ശൂർ പൂരത്തിന് അരങ്ങേറുന്ന പോലുള്ള 7 നില മാളിക, നടപ്പന്തൽ, ഇതെല്ലാം ഇത്തവണത്തെ ഉത്സവത്തിന്റെ ഹൈലൈറ്റുകളാണ്. അതുപോലെ തന്നെ 27-ാം തീയതി, 27, 28, 29, 30 ഈ 4 ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്കുള്ള അന്നദാനം. ഏകദേശം 25,000 മുതൽ 30,000 വരെ ഭക്തജനങ്ങളാണ് ഒരു ദിവസം അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. ഈ അന്നദാനത്തിന്റെ 27-ാം തീയതി തിരികൊളുത്തുന്നത് മലയാളത്തിന്റെ മഹാനടനായ പത്മശ്രീ ഭരത് മമ്മൂട്ടിയാണ്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏകദേശം 2 ലക്ഷം ഭക്തജനങ്ങളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഉത്സവകാലത്ത്. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ തൃശ്ശൂർ പൂരത്തിനുൾപ്പെടെ വരുന്ന രീതിയിലുള്ള 7 നില പന്തലാണ് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ അരങ്ങേറുന്നത്. അതുകൂടാതെ 11 ആന എഴുന്നള്ളിപ്പ്, കുടമാറ്റം, അതെല്ലാം പന്തൽ സംവിധാനത്തോടു കൂടിയിട്ട് തന്നെയായിരിക്കും. 150 കലാകാരന്മാരുടെ അല്ലെങ്കിൽ 150ഓളം പ്രോഗ്രാംസ് 5 വേദിയിലായിട്ട് ആണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 1000-ഓളം കലാകാരന്മാരുണ്ടാവും. ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നത് ഉത്സവബലി ദിവസമായിട്ടുള്ള 28, പകൽപൂരം ദിവസമായിട്ടുള്ള 29, ആറാട്ട് ദിവസമായിട്ടുള്ള 30 എന്നീ തീയതികളിലാണ്. ഈ എറണാകുളം ജില്ലയുടെ ഏറ്റവും പ്രധാന ക്ഷേത്രം കൂടിയായിട്ടുള്ള ഋഷിനാഗക്കുളം എന്ന എറണാകുളത്തപ്പന്റെ ക്ഷേത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേരുമ്പോൾ
ഭക്തജനങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. പതിവിലുപരിയായിട്ട് എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ സാധിക്കാവുന്ന വിധത്തിലുള്ള വാഹന പാർക്കിംഗ് സംവിധാനം കൂടി സമിതിയും ദിവസവും കൂടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രകലകൾക്ക് കൂടിയിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഉത്സവമാണ് നടത്താനായിട്ട് പോകുന്നത്. കഥകളിയായാലും കൂടിയാട്ടമായാലും കൃഷ്ണനാട്ടമായാലും ഉത്സവക്കൂട്ട്, ചാക്യാർകൂട്ട് മുതലായിട്ടുള്ള കലകളായാലും എല്ലാം ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. നന്ദി, നമസ്കാരം. വാദ്യകലാകാരന്മാർക്ക് കൊടുക്കുന്ന എറണാകുളത്തം പുരസ്കാരം ഇത്തവണ ബഹുമാന്യനായ പെരുമനം സതീശൻ മാരാർക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വൈദ്യനാഥ പുരസ്കാരം കഴിഞ്ഞ വർഷം പ്രഗത്ഭനായ പീഡിയാട്രിസ്റ്റ് വേണുഗോപാലിനാണ് നൽകിയത്. ഇത്തവണ കഴിഞ്ഞ തവണ MBBS വിഭാഗത്തിലായതുകൊണ്ട് ഇത്തവണ ആയുർവേദ വിഭാഗത്തിലുള്ള ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതും ഇന്ന് കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ രവീന്ദ്രനാണ് നമ്മൾ വൈദ്യ പുരസ്കാരം ഒറ്റപ്പാലത്തുള്ള രവീന്ദ്രൻ ഡോക്ടറിനാണ് കൊടുക്കുന്നത്. KG രവീന്ദ്രൻ നമ്മളെല്ലാവർക്കും നിങ്ങൾക്ക് പരിചയമായിരിക്കും. കാര്യം എന്തുകൊണ്ട് പുള്ളി വളഞ്ഞമ്പലത്തുള്ള കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയിൽ 90 മുതൽ 98 വരെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒറ്റപ്പാലത്ത് സ്വന്തമായിട്ടുള്ള പ്രാക്ടീസ് നടത്തുന്നത്.